ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ ബട്ടർ ചിക്കൻ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ സേറാമുത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ബട്ടർ ചിക്കൻ, അത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇന്ന് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തു. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഉപ്പുപൊടി വിതറിയേക്കുന്നത് കേട്ടോ. ഉപ്പും നാരങ്ങ, ഒരു അര നാരങ്ങയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ ഈ കസ്തൂരി മേത്തി അതുകൂടെ ആഡ് ചെയ്യുകയാണേ. ഇത് ഒരു വടക്കേന്ത്യൻ ഡിഷാണല്ലോ. അപ്പം നമ്മുടെ സാധാ ചിക്കൻ വെക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരി വ്യത്യസ്തമാണ്. അപ്പോൾ ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ കസ്തൂരി മേത്തി, കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മസാല പിടിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പാൻ ചൂടായി, നമ്മൾ ബട്ടർ ഇടുക. ബട്ടർ ചിക്കൻ അല്ലേ, അപ്പം ബട്ടറാണ് കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനില്ലേ, നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, അത് ഇങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇതിൻ്റെ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ബട്ടറിനകത്ത് കിടന്നിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. ഒരു 1/4 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല. ഇനി നമ്മൾ പിന്നെ തിക്ക് ഗ്രേവിക്കകത്താണ് കിടന്ന് വേവിക്കുന്നത്. അപ്പോൾ തിരി കുറച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒരു 5-6 മിനിറ്റ് എടുത്തപ്പം തന്നെ ഈ നമ്മുടെ ചിക്കൻ നല്ല ഒരു 1/4 ഭാഗമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കോരി മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. മുമ്പ് ഒന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും നമ്മൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ഞാൻ നെയ്യ് കുറച്ച് ആഡ് ചെയ്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒഴിക്കുന്ന വിപ്പിംഗ് ക്രീം ഞാൻ കടയിൽ നിന്നും വാങ്ങിക്കാതെ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഞാനിത് വീട്ടിൽ തന്നെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്. അങ്ങനെ ഇച്ചിരി ഹെൽത്തി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് കോരി മാറ്റിയിട്ട് സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വിപ്പിംഗ് ക്രീം അല്ല, നമ്മളെ ഫ്രഷ് ക്രീം ഇതിനകത്ത് ആഡ് ചെയ്യില്ലേ ഈ ബട്ടർ ചിക്കനകത്ത്, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാനൊരു 1/4 കപ്പ് പാലൊഴിച്ചു. ഇതൊന്ന് തിളക്കട്ടെ. അതിന് ഞാൻ തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കോൺഫ്ലവർ പൊടി ഉണ്ടല്ലോ, ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് ഈ പാലും ഈ കോൺഫ്ലവർ പൊടിയോടെ ഒന്ന് മിക്സ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സവാളയൊക്കെ ഒരു 1/4 ഭാഗം ആയിക്കഴിഞ്ഞ് ഞാൻ അതിനകത്ത് നട്ട്സ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സ് അതിനകത്ത് ഒഴിവാക്കാനാകത്തൊരു ഭാഗമാണ്. നട്ട്സ് ഞാൻ കുറച്ച് കപ്പലിൻ്റെ കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട്. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് തന്നെ ചേർക്കാം. അപ്പോൾ ഞാൻ കുറേ നട്ട്സ് കൂടെ ചേർത്തിതൊന്ന് മുരിച്ചെടുക്കുകയാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ വഴറ്റി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, കുറേ തക്കാളി, ഞാൻ ഒരു 2 തക്കാളി താടിയും, 2, 3, 4 തക്കാളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തിക്ക് ഗ്രേവി കിട്ടാനും അതിൻ്റെ ഒരു കളറ് കിട്ടാനും നല്ല പേസ്റ്റായിട്ടിരിക്കാനും ഒക്കെ ഈ തക്കാളി ആഡ് ചെയ്യും. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തായിരുന്നു. അപ്പോൾ ഈ ഗ്രേവിക്കുള്ള മസാലയാണ്. നല്ലതുപോലെ തീ കുറച്ചിരുന്ന് കരിഞ്ഞത് നല്ലതുപോലെ വാടട്ടെ. ഇത് വാടി കഴിയുമ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടെ ആഡ് ചെയ്യണം. ഇത് ഒന്നുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കും. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഒഴിച്ച് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ. അപ്പം വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ കിടന്ന് വേവട്ടെ. അടച്ചിടുക കേട്ടോ. അപ്പം നമ്മുടെ ഈ സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ പറ്റി. ഇനി നമുക്കിത്
തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് മിക്സിക്കകത്ത് അടിക്കാവും, അല്ലെങ്കിൽ മിക്സി തെറിക്കുകയും ചെയ്യും, പിന്നെ ഇത് ചൂടാവുകയും ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് തണുപ്പിക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വറുത്ത പാനിനകത്തോട്ട് തന്നെ ഈ സവാള ഇടുക. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തോട്ടങ്ങ് ഇടുക. ഇത് ഒരുവിധമൊക്കെ വഴറ്റിയാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പേസ്റ്റ് ആക്കാനാണ്. നല്ല ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക, വഴറ്റിയെടുക്കാമേ. നമ്മുടെ പാലെല്ലാം ഇങ്ങനെ തിളച്ച് നിന്ന് ഞാനതിനകത്ത് കോൺഫ്ലോർ, പതിന്ന് പാലെടുത്ത് ഈ കോൺഫ്ലോർ പൊടി ഒന്ന് കലക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കേട്ടോ. പഞ്ചസാരയുടെ ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇച്ചിരി ബട്ടർ കൂടെ ഇടാം. ഇതിനി തിളച്ച് പറ്റിയാൽ നമ്മുടെ ഫ്രഷ് ക്രീമായി. എന്നിട്ട് ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. ആരോഗ്യകരമായ ഒരു ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിച്ചാൽ മതി, അല്ല കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഓക്കെ. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കാൻ അതിൻ്റെതായ ദോഷങ്ങളുണ്ടെന്നറിയാമല്ലോ. അപ്പം നമുക്ക് തൽക്കാലം ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചോ. ഇത് നന്ന് കുറുകണം, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീമായിട്ട് അതൊന്ന് യൂസ് ചെയ്യാം. അത് കുറി വരുന്നുണ്ടോ, ഇനി അത് കുറുകെട്ടാണല്ലോ അല്ലേ. അപ്പം നമ്മുടെ ഫ്രഷ് ക്രീം റെഡിയായി. ഇതൊരു ചെറിയ കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് തിക്കാവും. ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. നമുക്ക് ലാസ്റ്റിൽ ഈ ക്രീം ആഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഞാൻ ഇതിന് ആവശ്യത്തിന് മാത്രമേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പാലിൽ അളവ് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് നിർത്തുവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ച പേസ്റ്റ് നമ്മൾ ചൂടായ പാനിനകത്തോട്ട് ഒഴിക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കാവും കേട്ടോ. നല്ല പേസ്റ്റ് പോലായി. എന്നിട്ട് മിക്സി കഴിയ വെള്ളം കൂടി ഞാനകത്ത് ആഡ് ചെയ്ത് ഇത് നമുക്ക് തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസില്ലേ, അത് അതിനകത്തോട്ട് ആഡ് ചെയ്യും. ചിക്കൻ പീസ് കണ്ടോ തിളവന്ന് നമുക്ക് ഈ ചിക്കൻ പീസുകളെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. തിരി കുറച്ച് ഒന്നും കേട്ടോ, അല്ലെങ്കിൽ കൈ തെറിക്കും. അപ്പം എല്ലാം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഓൾറെഡി നമുക്ക് ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തതാണ്. ഇനി ഇതിനകത്ത് ഗ്രേവി ഒന്ന് പിടിച്ചെടുത്താൽ മതി. ഇനി നമുക്കെന്താ ചെയ്യണം അറിയോ, പിന്നെ ഈ ഓപ്ഷനാണ് തക്കാളി സോസ് 1 സ്പൂൺ ആഡ് ചെയ്യും. പിന്നെ നമുക്ക് കസ്തൂരി മേത്തി അറിയാമല്ലോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്തായിരുന്നു. എന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേക ഈ ബട്ടർ ചിക്കൻ ഒരു മണം കസ്തൂരി മേത്തി തരും. ഇപ്പം നമ്മൾ കസ്തൂരി മേത്തി ആഡ് ചെയ്തു, എന്നിട്ട് ഇളക്കി കൊടുത്തു. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. പിന്നെ കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്യാം. തിരി കുറച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിശയോക്തി പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പീസൊക്കെ നല്ല വെന്ത് നല്ല പൊരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂട് മധുരം വേണമെങ്കിൽ പഞ്ചസാരയോ തേനോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനത് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഓൾറെഡി തന്നെ നല്ല തിക്ക് ഗ്രേവിയും നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് വേണ്ടല്ലോ. ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ക്രീം ഞാൻ സന്തോഷത്തോടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാത്തുള്ള ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. ഒരു ദോഷവുമില്ല, നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല സൂപ്പറല്ലേ കണ്ടിട്ട്, അടിപൊളി. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം.
കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കും നാന അപ്പത്തിനൊക്കെ നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഷോപ്പിൽ നമ്മൾ പോയി ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ക്രീമൊക്കെ കിടക്കുന്നുണ്ടോ, എന്തൊരു ഭംഗിയാണ് അത് കാണാനും കഴിക്കാനും അതേ ടേസ്റ്റാണ്. അപ്പം നിങ്ങളതെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കണം, ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.